കൂടിയോ? നമ്മൾ സാധനം മറന്നുപോയി. Hello guys, so welcome to my YouTube channel. This will be my first long video. അപ്പോൾ ഞാനിന്നെന്ന് പറഞ്ഞാൽ ഒരു മൂവി കാണാൻ പോവാണ്. തുടരുന്നതായിട്ടുള്ള മൂവിയാണ്. ആൻഡ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ടർ തരുൺ മൂർത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിൽ പഠിച്ച ചേട്ടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. സോ മൂവിക്ക് പോകാൻ ഗെറ്റ് റെഡി വിത്ത് മീ. ഇതാണ് നിൽക്കുന്നത്. എനിക്കിങ്ങനെ പറയാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഒത്തിരി എനിക്ക് മേക്കപ്പ് ഇടാൻ അങ്ങനെ ഇഷ്ടമല്ല എന്നല്ല, മേക്കപ്പ് ഇടാൻ എനിക്ക് അറിയാൻ പാടില്ല ഒത്തിരി ഒന്നും. അതുകൊണ്ട് അറിയുന്ന പോലെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഐ ആം ഗോയിങ് ടു അപ്ലൈ സൺസ്ക്രീൻ. ആക്ച്വലി ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്ന സൺസ്ക്രീൻ 2 ഫിംഗർ ഓർ 3 ഫിംഗർ റൂളിൽ ചെയ്യണം എന്നാണ്. പക്ഷെ എനിക്കിതൊന്നും അത്രയും ഒന്നും ഞാൻ തേക്കാറില്ല. വളരെ കുറച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ തേക്കാറുള്ളൂ. നമുക്കൊരു ലിപ് ബാം ഇടാം. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയിട്ടുള്ള വെരി അഫോർഡബിൾ ലിപ് ബാമാണ്. ഇവിടെ ഒരു മിററുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത്. ഇനി അടുത്തതായിട്ടാണ് നമ്മൾ കണ്ണെഴുതാൻ പോകുന്നത്. എനിക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ എഴുതി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ണെഴുതാം. ഞാനങ്ങനെ ഒത്തിരി വലിയ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഥവാ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കോസ്റ്റ്ലി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ ചേച്ചിമോളുടെ മാത്രമായിരിക്കും. ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ ഇതുപോലെ ഞാൻ ചെറുപ്പം മുതലേ ഉപയോഗിക്കാൻ അറിയുന്ന മുതലേ ഉപയോഗിക്കുന്ന ഒരു ഐലൈനറാണ് ഡാസ്ലറിൻ്റെ. മിക്കവരുടെയും ഇതൊക്കെ തന്നെ ആയിരിക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് ഒന്നല്ലേ. ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ രാവിലെ വെയിലാണെങ്കിൽ രാത്രിയും മഴയുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്ന 12:30 ഷോയിനാണ്. അപ്പം കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കണ്ണെഴുതാം. എനിക്ക് ആക്ച്വലി ഈ കണ്ണെഴുതുമ്പോഴൊക്കെ മിറർ ഇങ്ങനെ അടുത്ത് വേണം, അല്ലെങ്കിൽ എനിക്കെന്തോ ശരിയാവത്തില്ല. മറ്റേ മിററാണ് ഞാൻ ഒരുപോലെ അകലെ കൊണ്ടുവന്ന് വെച്ചേക്കും. അപ്പോൾ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഗേൾസ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഇതുപോലെ ഇത് എഴുതിയതുപോലെ ഇത് വരണം എന്നുള്ളത്. ഇതാണ് നമ്മുടെ കണ്ണെഴുത്ത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്, ഞാൻ ഇങ്ങനെ ഒരു ബാഗിലൊക്കെയാണ് ആക്കി വെച്ചേക്കണം. അതുകൊണ്ട് പക്ഷെ ബാഗിലോട്ട് ഇങ്ങനെ കൈയിടണം. അതുകൊണ്ട് സംഭവം കാണുന്നില്ല എവിടെയാണ് എന്തൊക്കെ. ഇവിടെ അപ്പുറത്ത് കിടന്ന് ആരൊക്കെന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ വീഡിയോ എടുക്കണയാണല്ലോ. എൻ്റെ ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഭയങ്കര സപ്പോർട്ടാണ് ഗൈസ്. അതുകൊണ്ട് ഇനി ശല്യം ചെയ്യാൻ വരില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാലേ ഞാനിതൊക്കെ തേച്ചാലും തേച്ച പോലെ ഇരിക്കില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഇനി അതിൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. അതിനിപ്പോൾ ഞാൻ തേക്കണേൻ്റെ പ്രശ്നമാണോ എന്നും അറിയില്ല. ഞാനൊന്നും വരാറില്ല. അതിന് എനിക്ക് വയ്യ അതിനൊന്നും ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ സാധനം മറന്നുപോയി. നമ്മളിത് ഈ സാധനം ഇടാൻ മറന്നു, കോമ്പാക്ട് പൗഡർ. കാരണം ഞാൻ നോർമലി കണ്ണിൻ്റെ അവിടെയൊക്കെ തേക്കാറ്. കാരണം എനിക്കിപ്പോൾ കുറേ നാളായിട്ട് പണ്ടാരോ പറഞ്ഞ പോലത്തെ ഷിഫ്റ്റുകളാണ്. സോ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എന്തായാലും മറന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ തേക്കാം.
കൊഞ്ചി കൊഞ്ചി മധുരമാ. ഓവർ സമയമെടുത്താൽ ചിലപ്പോൾ അവിടെ ഉള്ളവർ എന്നെ എന്തെങ്കിലും പറയും. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം. ഈ അടുത്തതായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. ഇത് ലിപ്സ്റ്റിക് ഒന്നും എനിക്കറിയില്ല. ലോലിപോപ്പിൻ്റെ ഷേപ്പ് സ്വിസ് ബ്യൂട്ടിയുടെ തോന്നണം. ഇതെനിക്ക് ഞങ്ങളുടെ ഏച്ചുമോൾ വാങ്ങി തന്ന. ഞാൻ അതൊന്നും വാങ്ങി, എൻ്റെ ഓർമ്മയിൽ ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല. ഒക്കെ എനിക്ക് ഓള് തരുന്നതാണ്. അടുത്തത് ഒരു ലിപ്സ്റ്റിക് കൊണ്ടിടാം. ഇതിപ്പോൾ ഒരു മഡ് കളർ പോലെ അല്ലേ. ഇത് നമുക്കിത് ഇച്ചിരി റെഡിഷ് ആക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കൂടെ ലിപ് ബാം അപ്ലൈ ചെയ്യണതാണ്. കാരണം നമ്മൾ തിയേറ്ററിൽ AC കാണും. AC വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നും എൻ്റെ ലിപ്സൊക്കെ എവിടുന്നാണ് ഡ്രൈ ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ചത്. ഇനി അടുത്തതാണ് എൻ്റെ ഏറ്റവും വെല്ലുവിളി. ബ്ലഷൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ എനിക്കതൊന്നും ഉപയോഗിക്കാൻ വയ്യ, അറിയില്ല. ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഇടാല്ലേ. നോർമലി ഞാൻ ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ ജോക്കറിനെ പോലെ ഇരിക്കാറുണ്ട്. ബട്ട് അയ്യോ, നേരിട്ട് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. പക്ഷെ ക്യാമറയിൽ അധികം തോന്നുന്നില്ലല്ലോ. ശീലമില്ലാത്തതുകൊണ്ടാണ്. അയ്യോ, കൂടിയോ? കൂടി കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ അവർ പറയും. അന്നേരം നമുക്ക് തുടയ്ക്കണം. ഇനി നെക്സ്റ്റാണ് മുടി കെട്ടൽ. ആക്ച്വലി എനിക്ക് മുടി ഒരു രീതിക്കും ഫാഷനബിളായി കെട്ടാൻ അറിയില്ല. ഞാൻ ആകെ കെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുടി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്നൊരു ക്രാബ് ഇടും. ഇതാണ് എൻ്റെ കെട്ടൽ. നമുക്കിന്ന് ടൈമും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്നും ഇതുപോലെ തന്നെ കെട്ടാം. ഇതായിരുന്നു എൻ്റെ മുടി കെട്ടൽ. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പം ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവർ ഒരുങ്ങിയോ എന്ന് പോലും എനിക്കറിയില്ല. 12:30ക്കാണ് സിനിമ. അപ്പം ഇനി നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാം. ഓഫ് കോഴ്സ് ഗേൾസിന് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ ഇതുപോലെ ആയിരിക്കില്ല തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ട് ഞാനൊരു ഇതും കൊണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലത്തെ വെയിലില്ലായ്മ ഒരു കോൺഫിഡൻസ് ആക്കി എടുത്തിട്ട് ഇന്ന് ബുക്ക് ചെയ്തതാണ്. ഞങ്ങളല്ല ബുക്ക് ചെയ്തത്. എന്നിട്ട് ഇന്നാണെങ്കിലോ ഭയങ്കര വെയില. ക്ലൗഡ്സ് ഒന്നും ഇല്ല തോന്നുന്നു. ഭയങ്കര വെയില്. അതല്ലേ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് നടക്കണേണ് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ. അയ്യോ, അടിപൊളി സിനിമ കേട്ടോ. മോഹൻലാലിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു അഭിനയം. മോഹൻലാൽ മാത്രമല്ല, എല്ലാ കാസ്റ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഫോണിൽ നോക്കി ചുമ്മാ സംസാരിക്കാൻ എന്താ പോലെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീനിയർ അല്ല, എന്നെക്കാട്ടിലും ഒത്തിരി സീനിയറാണ്. ആ ചേട്ടൻ്റെ ഒരു മൂവിയിൽ ഇങ്ങനെ ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും നന്നായി എക്സിക്യൂട്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആണല്ലോ അല്ലേ. തരുൺ മൂർത്തി എന്ന് പറയുന്ന ചേട്ടൻ, ഇതിൻ്റെ ഡയറക്ടർ എൻ്റെ കൂടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിൽ പഠിച്ച ചേട്ടനാണ്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഗൂസ് ബംസ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളി പടമാണ്. എനിക്ക് തോന്നുന്നു എന്തായാലും ഹാർഡ് വർക്ക് സ്പേസ് ഓഫ് എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്താണെങ്കിലും സോ ഹാപ്പി.
നമുക്ക് ആ ഒരു 2 മണിക്കൂർ നമ്മളതിനെ അങ്ങ് പിടിച്ചങ്ങ് ഇരുത്തി കളയുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. അതായത് എന്താ പറയുക, അതായത് ബോറടിക്കുന്നില്ല. ഒരു സെഗ്മെന്റിൽ പോലും നമുക്ക് ബോറടിക്കുന്നതായിട്ടില്ല.